രാത്രികാലം നമുക്ക് റോമാലേഖനം 15 അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോമാലേഖനം 13 അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് വ്യവഹരിക്കേണ്ടതെന്നുള്ളത് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കൂട്ടു സഹോദരനെ എങ്ങനെയാണ് കാണേണ്ടത്, ഒരു കൂട്ടു സഹോദരനോടുള്ള ബന്ധത്തിൽ എൻ്റെ മനോഭാവം, എൻ്റെ സമീപനം, ഇത്യാദി വിഷയങ്ങളാണ് ഈ 13 അധ്യായം മുതൽ നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കുന്നത്. അതായത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്തിൽ നിന്നുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ ആ അധ്യായങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ പറയപ്പെടുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയൊക്കെ വ്യവഹരിക്കണം, എങ്ങനെയൊക്കെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള വിഷയം സംസാരിക്കുന്നതിലെ ഒരു പര്യവസാനം എന്ന നിലയിൽ, ഒരു ക്ലൈമാക്സ് എന്ന നിലയിലാണ് 15 അധ്യായം നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയും തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ വിഷയത്തിൽ ഗിവിങ് എ കൺക്ലൂസീവ് ഒരു ക്ലൈമാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് 15 അധ്യായം. മാത്രമല്ല, ഇതിനകത്ത് ഈ അധ്യായത്തിൽ നിന്ന് ഇന്നത്തെ ദൈവവചന പഠനത്തിനായിട്ട് ഞാൻ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല. ഇവിടെ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഇന്നത്തെ എൻ്റെ ചിന്ത കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദി ടോളറൻറ്റ് ക്രിസ്ത്യൻ, അതായത് സഹിക്കുന്ന അല്ലെങ്കിൽ സഹിഷ്ണുതയുള്ള ഒരു വിശ്വാസി. സഹിഷ്ണുത പല നിലകളിൽ വേദപുസ്തകത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേകിച്ച് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിലുള്ള സഹിഷ്ണുത. പലപ്പോഴും നമ്മൾ അസഹിഷ്ണുത ഉളവാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ലോകം ഇന്ന് സഞ്ചരിക്കുന്നത്. വെറുപ്പിൻ്റെയും അതുപോലെ തന്നെ ഹേറ്റ്രഡ്നെസ്, വെറുപ്പ്, അസൂയ, അല്ലെങ്കിൽ വിദ്വേഷം, ശത്രുത്വം, ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യരും തമ്മിലുള്ള വിഷയത്തിൽ നമ്മൾ കാണുന്നത്. സോ വി സീ ഹേറ്റഡ്നെസ്, ഡിസ്പ്യൂട്ട്, ഇൻടോളറൻസ്, ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക്. പലപ്പോഴും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല, പലതും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ ഭൗതിക ലോകത്തിൻ്റെ അവസ്ഥയും ആത്മീയ ലോകത്തിൻ്റെ അവസ്ഥയിലും ഇതൊക്കെ തന്നെ നമുക്ക് നിഴലിച്ച് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ വസ്തുതകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ 15 അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഐക്യതയുടെ മണ്ഡലത്തിൽ ടോളറേറ്റ് ചെയ്ത് തമ്മിൽ സഹിഷ്ണുതയിൽ മുൻപോട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത് എന്നുള്ളത് ഈ അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. നമുക്കറിയാം, നമ്മുടെ സഭ തന്നെ കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന പല ജില്ലകളിൽ നിന്ന് വരുന്നവരുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ പശ്ചാത്തലത്തിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ചിരിക്കുന്നവരും സൗത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു പ്രകൃതമായ പട്ടണങ്ങളിൽ ജീവിച്ചിട്ട് വന്നിരിക്കുന്നവരുണ്ട്, ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ട് അതിൻ്റെ അനുഭവത്തിലൂടെ വന്നിരിക്കുന്നവരുണ്ട്. ഈ ദേശത്ത് തന്നെ ജനിച്ചു വളർന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. സോ പീപ്പിൾ ആർ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് വിത്ത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അപ്ബ്രിങ്ങിങ് അപ്പ്. ഓരോരുത്തരും ഓരോ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച്, ചിലർ വളരെ ആത്മീയമായ അനുഭവത്തിൻ്റെ ഉന്നതിയിൽ ജീവിച്ചു വളർന്നു വന്നവരുണ്ട്, ചിലർ ആത്മീയമായ യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനം ഇല്ലാതെയും വളർന്നു വന്നു. സോ സഭയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പീപ്പിൾ,
ചർച്ച് ഈസ് എ പ്ലേസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ ഹാർമണി എന്ന് പറയുന്നത് ഇതിനെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയുള്ള ഡിഫറൻസസിനെ എല്ലാം സംയോജിപ്പിക്കുന്നതാണ് ഈ ടോളറൻസ് എന്ന് പറയുന്ന വലിയൊരു സംഗതി. പ്രൈസ് ദി ലോർഡ്. ഈ വിവിധങ്ങളായ ഡിഫറൻസസുകൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു ഹാർമണി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബാൻഡ് അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിയാൽ അറിയാം, ഒരു നമ്മൾ റേഡിയോയിലും അല്ലെങ്കിൽ നമ്മുടെ CD-യിലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലും ഒക്കെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിൻ്റെ അകമ്പടിയായിട്ട് വിവിധ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ കീബോർഡിനകത്തു നിന്ന് വരുന്ന സൗണ്ട് ഒരു പർട്ടിക്കുലർ സൗണ്ടും പർട്ടിക്കുലർ ഫീച്ചേഴ്സാണ് അതിനുള്ളതെങ്കിൽ, ഒരു ഡ്രമ്മിൽ നിന്നോ ഒരു ഗിറ്റാറിൽ നിന്നോ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഇറ്റ് ഈസ് എൻറ്റയർലി മേക്കിംഗ് എ ഡിഫറെൻറ്റ് സൗണ്ട്. അപ്പോൾ ഒരു കീബോർഡിൻ്റെ കീയിൽ നിന്ന് വരുന്ന സൗണ്ട് ഈസ് ഡിഫറെൻറ്റ്, ഗിറ്റാറിൻ്റെ സ്ട്രിങ്സിൽ നിന്ന് വരുന്ന സൗണ്ട് മറ്റൊന്നാണ്, ഡ്രംസിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് മറ്റൊന്നാണ്. എന്നാൽ ആ പാട്ട് ഏറ്റവും മനോഹരമായി നമ്മൾ കേൾക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, when all these instruments are in harmony, or when it is all singing together, that brings the sweetness of that music. അതപ്പോൾ ആ മ്യൂസിക്കിൻ്റെ മാധുര്യം നമുക്ക് നൽകും. അവിടെ നമ്മൾ കീബോർഡിൻ്റെ സൗണ്ട് ഒരു ഇതിനോട് മിസ്മാച്ച് ആകുന്നില്ല, ഗിറ്റാറിൻ്റെ സൗണ്ട് ഇതിനകത്തു നിന്ന് വ്യത്യസ്തമാകുന്നില്ല, ദോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിലും വെൻ ഇറ്റ് ഹാർമണൈസ് ടുഗെദർ ഇറ്റ് ബ്രിങ്സ് ബ്യൂട്ടി. സോ ദർ ഈസ് എ ടോളറൻസ് ഹാപ്പനിങ് വിതിൻ ദറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒന്നൊന്നിനോട് സഹകരിക്കുന്ന തലമുണ്ടാകുന്നു, സിങ്ക്രണൈസിങ് നടക്കുകയാണ്. സോ ദാറ്റ് മേക്സ് ദി ഹാർമണി. അതാണ് വ്യത്യസ്തതകൾ ഉളവാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രികാലം സഭയെന്ന് പറയുന്ന ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തിൽ വിവിധ നിലകളിലുള്ള ആളുകളുടെ ഒരു സമ്മേളനം, ഒരു കൂട്ടമാണ് അതിനകത്തുള്ളത്. മേ ബി ഐ മേ നോട്ട് സപ്പോർട്ട് ദ വ്യൂ ഓഫ് അതർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ ഞാൻ അംഗീകരിക്കുന്ന വ്യക്തി അല്ലായിരിക്കാം എങ്കിൽ കൂടി, ബട്ട് സ്റ്റിൽ വി പ്രാക്ടീസ് ടു ലവ് ഈച്ച് അതർ. അതാണ് സഭയുടെ ടോളറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് എൻ്റെ കാഴ്ചപ്പാടുമായിട്ട് യാതൊരു നിലയിലും യോജിക്കുന്നതല്ല, എനിക്കതുമായിട്ട് യാതൊരു യോജിപ്പുമില്ല, എങ്കിൽ കൂടി ഐ പ്രാക്ടീസ് ടു ലവ് ദാറ്റ് പേഴ്സൺ. ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കാൻ കൂടി പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെയാണ് ദ റിയൽ ടോളറൻറ്റ് ക്രിസ്ത്യൻ മുമ്പിലേക്ക് വരുന്നത്. അവിടെയാണ് ദ ടോളറൻസ് ഓഫ് എ ക്രിസ്ത്യൻ ഇസ് ബീൻ എക്സിബിറ്റഡ്. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. സോ ഈ 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 7 വരെയുള്ള വാക്യങ്ങൾ റിയലി ഗീവ്സ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് എ ടോളറൻറ്റ് ക്രിസ്ത്യൻ. ഒന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദ ഡ്യൂട്ടി ഓഫ് ദിസ് ടോളറൻസ്. ഈ ഒരു സഹിഷ്ണുതയുടെ ചുമതല, അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ്. ഒരു സഹിഷ്ണുതയുടെ തലത്തിൽ വ്യവഹരിക്കുന്ന ഒരു വിശ്വാസിയുടെ ദ ഡ്യൂട്ടി ഓഫ് ദ ടോളറൻസ്, ആ സഹിഷ്ണുതയുടെ ദൗത്യം അല്ലെങ്കിൽ കടപ്പാട്, ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വായിക്കുന്ന 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി കാണുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുമ്പോൾ ഒരു പദം വേണം എന്നാണ് പറയുന്നത് അല്ലേ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓട്ട് ടു ബി. ഇറ്റ് ഈസ് എ കമ്പൽസറിലി, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള നിലയിൽ തന്നെയാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് ഡ്യൂട്ടി എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ഉത്തരവാദിത്വമാണ്, ഇതൊരു ഓപ്ഷനല്ല, കഴിയുമെങ്കിൽ എന്നല്ല, ഇത് പറ്റുമെങ്കിൽ എന്നല്ല,
ഇറ്റ് ഷുഡ് ബി, ഇറ്റ് ഓട്ട് ടു ബി, അത് വേണം എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. സോ ഹൗ കുഡ് ദിസ് ഹാപ്പൻ? ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ ഉത്തരവാദിത്വം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? സോ ഫസ്റ്റ് തിങ്, ലിവ് എ ക്രൂസിഫൈഡ് ലൈഫ്. കാരണം ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. അവിടെ വായിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും, ടു ബിയർ എന്നൊരു വാക്കുണ്ട്, ചുമക്കുകയും. വാസ്തവത്തിൽ ഈ പദം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിനോടുള്ള ബന്ധത്തിൽ വിവിധ ഇടങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും ചുമക്കുക എന്ന വാക്ക് ഇതേ സെയിം അർത്ഥത്തിലാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലും ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടു ബെയർ, ചുമക്കുക. സോ ഈ ടോളറൻസിൻ്റെ കർത്തവ്യത്തിൽ അല്ലെങ്കിൽ സഹിഷ്ണുതയുടെ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഒന്നാമത്തെ ഒരു പ്രാക്ടീസ്, ലിവ് എ ക്രൂസിഫൈഡ് ലൈഫ്. ദാറ്റ് മീൻസ് ഇറ്റ് directly connects with the crucifixion of Jesus Christ. That means in what way Jesus was crucified. He had self-denied. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ച വചനം ഇതിനോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. തന്നെത്താൻ ഒഴിച്ച്, സെൽഫ് ഡിനയൽ, സെൽഫ് സാക്രിഫൈസ്. തനിക്ക് പറ്റും, തനിക്ക് കഴിവുണ്ട്, തനിക്ക് അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, തനിക്ക് ക്രൂശ് മരണത്തെ അതിജീവിക്കാൻ കഴിയും, അതിനെ എതിർക്കാൻ കഴിയും, തൻ്റെ ഉള്ളിൽ അതിനുള്ള ശക്തിയുണ്ട്. ബട്ട് ദറ്റ് സെൽഫ് സാക്രിഫൈസ്, സ്വയം വിധേയപ്പെട്ടുകൊണ്ട്, സ്വയം ത്യജിച്ചുകൊണ്ട്, സ്വയം ഇല്ലാതായിക്കൊണ്ട്, സെൽഫ് ഡിനയൽ ആൻഡ് സെൽഫ് സാക്രിഫൈസ്. പ്രിയപ്പെട്ടവർ, അതേ ലാംഗ്വേജ് ആൻഡ് അതേ ഫ്രീക്വൻസിയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും ടോളറൻസിനോടുള്ള ബന്ധത്തിലും പറയുന്നത്. എനിക്ക് പറ്റും, എനിക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും, അതിനോട് പ്രതിക്രിയ ചെയ്യാൻ കഴിയും, പ്രതിവാദം പറയാൻ കഴിയും, എതിർക്കാൻ കഴിയും, എനിക്ക് പലത് പറയാൻ പറ്റും. ബട്ട് വെൻ ഐ പ്രാക്ടീസ് ദ ടോളറൻസ്, ക്രിസ്ത്യൻ ടോളറൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഐ എക്സിബിറ്റ് എ ക്രൂസിഫൈഡ് ലൈഫ്. ദാറ്റ് മീൻസ് എ സെൽഫ് ഡിനയൽഡ് ഓർ എ സെൽഫ് സാക്രിഫൈസ്ഡ് ലൈഫ്. എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ പ്രാപ്തി, എൻ്റെ കഴിവ്, എൻ്റെതായ ഡിഗ്നിറ്റീസ്, യെസ് ഓഫ് കോഴ്സ്, ഇതെല്ലാം എനിക്കുണ്ട്. ഐ കനോട്ട് സംടൈംസ് സാക്രിഫൈസ് മൈ ഡിഗ്നിറ്റി. എൻ്റെ വ്യക്തിത്വത്തെ എനിക്കൊരിക്കലും യാഗമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം കൊണ്ടാകാം. ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ ഐ കനോട്ട് ലീവ് ഔട്ട് മൈ ഡിഗ്നിറ്റി. എൻ്റെ അഭിമാനം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വന്നേക്കത്തില്ല. പക്ഷേ ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്, ഇൻ ഓർഡർ ടു എക്സിബിറ്റ് ദ ടോളറൻസ് വി നീഡ് ടു എന്ത് ചെയ്യണം? അവിടെ വായിക്കുന്നത് അവരുടെ ബലഹീനതകളെ, എന്നാൽ ശക്തരായ നാം, ഇഫ് വി ഫീൽ ദാറ്റ് വി ആർ സ്ട്രോങ്, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ഈ അശക്തരായിരിക്കുന്നവരുടെ വാക്കുകളോ അവരുടേതായ സമീപനങ്ങളോ എല്ലാം ഞാൻ ബിയർ ചെയ്യണം. ദാറ്റ് മീൻസ് ഐ നീഡ് ടു സാക്രിഫൈസ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ബലി അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ക്രൈസ്റ്റ് ലൈക്ക്നെസ്. ഇതിനെയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ക്രൈസ്റ്റ് ലൈക്ക്നെസ്. യേശു ക്രിസ്തുവും ഈ ഭൂമിയിലേക്ക് വന്നതും കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഹി കുഡ് ഹാവ്, ഹി മസ്റ്റ് ഹാവ്, തനിക്കതെല്ലാം കഴിയുമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം തനിക്ക് മുറുകെ പിടിക്കാമായിരുന്നു. തനിക്ക് ദൈവത്തിൻ്റെ സകല സ്വരൂപവും തനിക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. ദൈവത്തിൻ്റെ സകല അവസ്ഥകളും തനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയാമായിരുന്നു. ബട്ട് ഹി ഡിനൈഡ്, ഹി മെയ്ഡ് എ സെൽഫ് സാക്രിഫൈസ്, ഹി എംഡീഡ് ഹിംസെൽഫ്, തന്നെ ഒഴിച്ചു. ഈ വസ്തുത തന്നെയാണ് ആസ് എ ക്രിസ്ത്യൻ വി നീഡ് ടു എക്സംപ്ലിഫൈ. ഇത് തന്നെയാണ് നമ്മൾ മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ സഹിഷ്ണുതയെ
വെളിവാക്കുന്നത് ഐ ലീവ് എ ക്രൂസിഫൈഡ് ലൈഫ്. എൻ്റെ സ്വയത്തിന് ഇനി ഇവിടെ സ്ഥാനമില്ല. എൻ്റെ ആ ഉയർച്ചയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഐ ജസ്റ്റ് സാക്രിഫൈസ്, ഐ ജസ്റ്റ് സെൽഫ് ഡിനൈ മൈ സെൽഫ്. രണ്ടാമത്തെ കാര്യം അവിടെ നാം വായിക്കുന്നത് ലീവ് എ കൺസ്ട്രക്റ്റീവ് ലൈഫ്. അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, ഞാൻ എൻ്റെ ഒരു കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധത്തിൽ ആ വ്യക്തിയെ സഹിക്കുന്നത്, ഓർ ഇഫ് ഐ ടോളറേറ്റ്, ഇഫ് ഐ ഷോ ദ ടോളറൻസ്, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഹാവ് ടു ഞാൻ എൻ്റേതായ ദൈവിക കാഴ്ചപ്പാടിനെല്ലാം ബലിയാടാക്കണമെന്ന്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാനായി, ഒരു അശക്തനെ എനിക്ക് കൈത്താങ്ങാനായിട്ട് ഞാൻ എന്നെ തന്നെ ദൈവികമായ ആ അനുഭവത്തിൽ നിന്ന് മറ്റൊരാളുടെ പ്രസാദത്തിന് വേണ്ടി ഞാൻ വഴങ്ങണം എന്നുള്ളതല്ല ഇതിനകത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് രണ്ടാമത്തെ വാക്യം അത് വ്യക്തമായി ഓർപ്പിക്കുന്നു. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ടോളറേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഉപദേശ വിഷയത്തിൽ മായം ചേർക്കാനായിട്ടോ ഏതെങ്കിലും ഉപദേശ വിഷയത്തെ മയപ്പെടുത്താൻ വേണ്ടിയല്ല ടോളറേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാവുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ, എൻ്റെ സമൂഹത്തിൽ എൻ്റെ സഭയിലുള്ളൊരു വ്യക്തി അശക്തനാണെങ്കിൽ ആ അശക്തനായ വ്യക്തിയെ കൂടി എംബ്രേസ് ചെയ്യാനായിട്ട്, അദ്ദേഹത്തെ കൂടി എൻ്റെ കൂടെ ചേർത്ത് നിർത്താനായിട്ട്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ചിലപ്പം വികലമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് വ്യക്തമായ പക്വത ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പക്വതയും എൻ്റെ വ്യക്തമായ ദൈവിക കാഴ്ചപ്പാടിനെയും ആ വ്യക്തിയെ കൂടെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അതിനെ ബലിയാടാക്കി, ഞാൻ അതിനെ ത്യജിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ദ വെരി ഫോക്കസ് ഓഫ് ടോളറൻസ്, ഞാൻ സഹിക്കുന്നത് എൻ്റെ കൂട്ടുസഹോദരിയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ടോളറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടോളറൻസിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനപരമായ വിശ്വാസ അനുഭവത്തെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അടിയറ വെക്കുകയല്ല. അവിടെയാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ. നമ്മൾ വിചാരിക്കുന്നത് ഒരു പുതിയ വിശ്വാസി, ഒരു പുതിയ വ്യക്തി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ പക്വത ലഭിക്കാത്തൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ആ ദൈവികമായ അനുഭവത്തെ ത്യജിച്ച് അദ്ദേഹത്തോട് ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ പോലെ ആകണം. അല്ല, അവരെ സഹിക്കുന്നത് ഇൻ ഓർഡർ ടു എഡിഫൈ ദം, അവരെ ആത്മീയ വർധനയ്ക്ക് അവരെ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ലിവ് ടു ബിൽഡ് അതർ അപ്പ് ഇൻ ദ ലോർഡ്, ദൈവത്തിൻ്റെ മുൻപാകെ ആ വ്യക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട്, ആ വ്യക്തിയെ ആത്മീകമായി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. മാത്രമല്ല അവിടെ പറയുന്നൊരു കാര്യമാണ്, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അവനെ സന്തോഷിപ്പിക്കേണ്ടത് അവൻ്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, പിന്നത്തേതിൽ ആ വ്യക്തി പറയണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള ആ ഒരു ആത്മീയ ബന്ധത്തിൽ എനിക്ക് ആത്മീകമായി വളരാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാളെ നമ്മൾ കൈത്താങ്ങിയപ്പോൾ ആത്മീയമായി അദ്ദേഹം താഴോട്ടാണ് പോയതെങ്കിൽ ദാറ്റ് ഈസ് റിയലി നോട്ട് ബ്രിങ്ങിങ് ദ റിസൾട്ട് ഓഫ് ടോളറൻസ്. നമ്മളൊരു വ്യക്തിയുമായി ടോളറേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അവിടെ വരുന്നില്ല. എന്നാൽ ആ ടോളറൻസിൽ മറ്റൊരാൾ ആത്മീയമായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ അതാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തീയ സഹിഷ്ണുതയിൽ, വിശ്വാസിയോടുള്ള ബന്ധത്തിലുള്ള സഹിഷ്ണുതയിൽ നിഴലിച്ച് നമുക്ക് മുമ്പിൽ കാണേണ്ടതായ വസ്തുത. അപ്പോൾ വി നീഡ് ടു കോംപ്രമൈസ്, വി നീഡ് ടു സാക്രിഫൈസ്, വി നീഡ് ടു അഡ്ജസ്റ്റ്. ഇതെല്ലാം വേണം. പക്ഷെങ്കിൽ ഇറ്റ് നോട്ട് ഇൻ ഓർഡർ ടു ഡിസ്മൈ അവർ ബേസിക് ബിലീഫ്. നമ്മുടെ വിശ്വാസ അനുഭവത്തെ ത്യജിക്കാൻ വേണ്ടിയല്ല, മറ്റൊരു വ്യക്തിയുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ ആ വ്യക്തി പറയണം, എന്നോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വ്യവഹരിച്ചത് എനിക്ക് ആത്മീയമായി വളരാനായിട്ട് കഴിഞ്ഞു. സോ അവർ ടോളറൻസ് ഈസ് ടു കൺസ്ട്രക്റ്റ്, നോട്ട് ടു ഡിമോളിഷ്. ഞാനൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ
ഞാൻ ആ വ്യക്തിയെ സഹിക്കുകയോ സഹിഷ്ണുതയുടെ തത്വത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നതോ ഇറ്റ് ഈസ് ഫോർ കൺസ്ട്രക്ഷൻ, ഡിമോളിഷൻ അല്ല. അവിടെ ആ വ്യക്തിയെ താത്തു കളയാനല്ല, ആ വ്യക്തിയെ എൻ്റെ കൂട്ടുവിശ്വാസിയെ ആത്മീയതയിൽ നിന്ന് നിലത്തിടാനല്ല, എൻ്റെ കൂട്ടുവിശ്വാസിയെ ആത്മീയ തലത്തിൽ നിന്ന് താഴെ കളയാനല്ല. ഇറ്റ് ഈസ് ഡിമോളിഷൻ. എന്നാൽ എനിക്ക് ആ വ്യക്തിയെ ആത്മീയമായി വർദ്ധിപ്പിക്കണം. ഒരു കൺസ്ട്രക്ഷനാണ് ഞാൻ പ്രതിദാനം ചെയ്യേണ്ടതെന്നായിരിക്കണം പ്രൈസ് ദി ലോർഡ് ടോളറേറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. So if I am giving out my rights and my dignity, or if I am denying myself, എന്നെ തന്നെ ഞാൻ ഡിനൈ ചെയ്യുന്നു, എൻ്റെ ഡിഗ്നിറ്റി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നു, എൻ്റെ റൈറ്റ്സ്, എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ ത്യജിക്കുന്നതെല്ലാം മറ്റൊരു വ്യക്തിയെ ആത്മീയമായി വളർത്താൻ വേണ്ടിയാണ്. എനിക്ക് കഴിയുമായിരുന്നു, പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചത് മറ്റൊരാളെ വളർത്താൻ വേണ്ടിയാണ്, മറ്റൊരാളെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്, മറ്റൊരാളെ ക്രിസ്തുവിൽ ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ ടോളറേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്രയോ മഹത്വമുള്ള, എത്രയോ ശ്രേഷ്ഠമായ ദൈവിക ആലോചനകളാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ റോമാസഭയ്ക്ക് ലഭിക്കുന്നത്. തുടർന്ന് ദൈവാത്മാവിൽ നമ്മളും അത് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സോ ദ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് ടു ടോളറേറ്റ്, or as to the first nature of our Christian tolerance is the duty of tolerance. അതെങ്ങനെ ചെയ്യാൻ കഴിയും? It is by living a crucified life and living a constructive, നമ്മൾ പണിയുന്ന ഒരു ജീവിതം നയിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോകാം. അടുത്തൊരു ഭാഗം ഈ വേദവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇനി ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ടോളറൻസ്, ഈ സഹിഷ്ണുതയുടെ പ്രദർശനം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന് ഒരു ഡ്യൂട്ടി ആണെങ്കിൽ, കർത്തവ്യമാണെങ്കിൽ, ഇതിൻ്റെ പ്രകടനം നമ്മൾ കാണുന്നത് ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളൊരു ഉൽപ്പന്നം മേടിച്ചാൽ, ഒരു ഫ്രിഡ്ജ് മേടിച്ചാൽ, TV മേടിച്ചാൽ, എന്തെങ്കിലും അതുപോലെ സാധനം മേടിച്ചാൽ, ആ കമ്പനിയിൽ നിന്ന് ഒരാൾ വരും ഡെമോ കാണിക്കാനായിട്ട്. എന്തല്ലേ, ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ ഒരു ഡെമോൺസ്ട്രേഷനുണ്ട്. ഈ ഓരോ സംഗതിയും എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഡെമോ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ സഹിഷ്ണുതയുടെ ടോളറൻസിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടന്നത് പൗലോസ് ഓർപ്പിക്കുന്നത് 3-4 വാക്യങ്ങളിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. സോ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആരാ നമുക്ക് വേണ്ടി ടോളറൻസിന് വേണ്ടി കാണിച്ചെന്നറിയാമോ? മറ്റാരുമല്ല, ക്രിസ്തു തന്നെയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കേണ്ടി വരുന്നത്, സഹിഷ്ണുത കാണിക്കേണ്ടതെന്ന് അതിൻ്റെ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഈസ് ഗിവൺ ബൈ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശുവിനെ ഒന്ന് നോക്കിയാൽ, ഹി ഈസ് എ സുപ്രീം എക്സാമ്പിൾ ഹു ലിവ്ഡ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തെ ഉഴിച്ചു വെച്ച, ജീവിതത്തെ സമർപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുക്രിസ്തുവിനൊന്നും വ്യക്തിപരമായി ഒരു നേട്ടവും താൻ കണ്ടില്ല തൻ്റെ മുമ്പിൽ. ഹി വാസ് ദ സുപ്രീം എക്സാമ്പിൾ ടു ഷോ ഹു ലിവ്ഡ് ഫോർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച, അല്ലെങ്കിൽ മറ്റുള്ള നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ പ്രദർശിപ്പിച്ച ഏറ്റവും വലിയ ഒരു ഡെമോൺസ്ട്രേഷനാണ് യേശുവിലൂടെ നാം കാണുന്നത്. അതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം വായിച്ചത്, നമ്മൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറഞ്ഞത് കാര്യം നമ്മൾ കേട്ടതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആ പദവിയും സകല മഹിമകളും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നു, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡെമോൺസ്ട്രേഷൻ, an example of Jesus Christ. So the first example of our Savior, യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക്
ഏറ്റവും വലിയ എക്സാമ്പിളായി തീർന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയുള്ള എക്സാമ്പിളാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ഈ എക്സാമ്പിൾ മറ്റൊന്നിനുമല്ല, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ത്യജിക്കുന്നു, എന്നെ തന്നെ ഞാൻ പല നിലകളിൽ സഹനത്തിന് വിധേയപ്പെടുത്തുന്നു. ആ സഹനത്തിൻ്റെ ഏറ്റവും വലിയ മോഡലിംഗ് ആയിരുന്നു യേശു ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം യേശുവിൻ്റെ ആ പ്രദർശനത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രദർശിപ്പിച്ചത് യേശുവാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതചര്യകളെക്കുറിച്ചും എല്ലാം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഹി ഡിനൈഡ് ഹിംസെൽഫ്. തന്നെ തൻ്റെ അധികാരങ്ങളെ, തൻ്റെ ശക്തിയെ ഒന്നും ലോകത്തിന് ലോകത്തിൽ അത് തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. ക്രൂശിൽ കൊല്ലുവാനായി അറക്കുവാൻ കൊണ്ടുപോയപ്പോൾ, ക്രൂശിൽ തറയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ, ചാട്ടവാറുകളുടെ അടികളേറ്റപ്പോൾ, ഹല്ലേലൂയ, മുൾക്കിരീടം വെച്ചപ്പോൾ, ഇരുമ്പാണികൾ കൊണ്ട് കൈകാലുകൾ ബന്ധിച്ച് അതിൽ അടിച്ചപ്പോൾ, എല്ലാം സഹിക്കുമ്പോഴും ഒരു നിമിഷത്തെ നോട്ടം മതി സകലത്തിനെ നിഷ്ഫലമാക്കാൻ കഴിയും. ഒരു നിമിഷത്തെ ഒരു ചിന്ത മതി യേശുവിന് സകലത്തിനും തകർത്ത് കളയാനായിട്ട്. എന്നാൽ ഹീ ജസ്റ്റ് പ്രൈസ് ദി ലോർഡ് ടോളറേറ്റഡ്, അതങ്ങ് സഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ വിടുതലിന് വേണ്ടി, എൻ്റെയും നിങ്ങളുടെയും ആത്മീയ വർധനത്തിന് വേണ്ടി അവൻ തന്നെത്താൻ ക്രൂശിൽ തന്നെ സഹിച്ചു. ഹീ ജസ്റ്റ് എക്സ്പീരിയൻസ് ദ ടോളറൻസ്. അതുകൊണ്ടല്ലേ ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നിന്നെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ഹി കുഡ് ഹാവ് തന്നെ ഷോ ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവം അല്ലെങ്കിൽ യേശു അതിനുവേണ്ടി മുതിർന്നില്ല. ദ വെരി ലൈഫ് ഓഫ് ജീസസ് ഹിംസെൽഫ് ഷോസ് ദാറ്റ് അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ ബിഹേവിയർ, ദി അസോസിയേഷൻസ് അല്ലേ. യേശു ജനിച്ചത് സാധാരണപ്പെട്ട നിലയിൽ, യേശു ജീവിച്ചത് മുക്കുവന്മാരും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ. യേശു ഒരിക്കലും ഒരു വലിയ ഒരു എസ്റ്റീം ഫെയിമുള്ള ആളുകളോടൊപ്പം സഞ്ചരിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാധാരണപ്പെട്ട ആളുകളോടൊപ്പം മാത്രം നടന്നു. ഈവൻ ഹിസ് ഫാമിലി ഓൾസോ ഡിനൈഡ് ഹിം. യേശുവിൻ്റെ കുടുംബക്കാർ വരെയും യേശുവിനെ അവസാനം തള്ളിപ്പറഞ്ഞു. യേശുവുമായിട്ടുള്ള വിഷയത്തിൽ യേശു ഇങ്ങനെ നടക്കുന്നതിനെ ചൊല്ലി അവർക്ക് തന്നെ ഒരു ഈർഷ്യയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അറിയാം. ഈവൻ ദ ഫാമിലി വാസ് ഓൾസോ റിലക്റ്റന്റ്, ഓർ there was a kind of a dispute within the familial circle itself of Jesus Christ. യേശുവിൻ്റെ കുടുംബത്തിൻ്റെ അനുഭവത്തിൽ പോലും എന്തുണ്ടായി? യേശുവിൻ്റെ ഫാമിലിയിൽ തന്നെ അതിനുള്ള എതിർപ്പുകളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിന് അത്രമാത്രം ഹേറ്റഡ്നെസ്, യേശുവിന് അത്രമാത്രം യേശുവിനെ തെറ്റിദ്ധരിക്കുന്ന, യേശുവിനെ എത്രമാത്രം ദേഷിക്കുന്ന ഒരു സമൂഹം ചുറ്റിനും ഉണ്ടായിരുന്നിട്ടും ഹീ വാസ് ഏബിൾ ടു ടോളറേറ്റ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും എത്രമാത്രം ഹേറ്റഡ്നെസ് നമ്മുടെ ചുറ്റിനും നമുക്ക് നേരെ ഉണ്ടാകാം. എത്ര പേർ ആളുകൾ നമ്മെ നോക്കി കളിയാക്കുന്നുണ്ടാകാം, എത്ര പേർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അതൊക്കെ ഒരു വലിയ സങ്കടകരമായ കാര്യമാണ്. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത വിഷയത്തിൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാണ്. ഞാൻ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്തതായ നിലയിൽ ആളുകൾ എന്നെക്കുറിച്ച് ചിന്തിച്ച് എന്നെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ വെറുക്കുമ്പോൾ, അൺറീസണബിളായിട്ട് എന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ അതേ നാണയത്തിലല്ല ഞാൻ പ്രതികരിച്ച് വരേണ്ടത്. ദർ ഈസ് എ എലമെൻ്റ് ഓഫ് ടോളറൻസ്. യേശു അത് നല്ല എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചത്. യേശുവിനെ നിന്ദിച്ചു, യേശുവിൻ്റെ മേൽ തുപ്പി, യേശുവിനെ കളിയാക്കി, യേശുവിനെ തെറ്റിദ്ധരിച്ചു. യഹൂദന്മാർ യേശുവിനെ തെറ്റിദ്ധരിച്ചു. മശീഹയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദേ വാസ് മിസ്അണ്ടർസ്റ്റുഡ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. ബട്ട് ജീസസ് ജസ്റ്റ് ടോളറേറ്റഡ് ദാറ്റ്. യേശുവിന് വേണമെങ്കിൽ തൻ്റെ ഒരു ശക്തി അങ്ങോട്ട് കാണിച്ചാൽ എല്ലാ യഹൂദനും ഒറ്റയടിക്ക് വിശ്വസിക്കും. പക്ഷേ ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്. യേശു ടോളറേറ്റ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നത്.
So the demonstration, first it is given through Jesus Christ itself. Second, the demonstration we can see from the word itself. വചനം അത് ഉറപ്പിക്കുന്നു. അതല്ലേ 4-ാമത്തെ വാക്യം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. സോ ദ സ്ക്രിപ്ചർ ഇറ്റ്സെൽഫ് gives the encouragement. സാക്ഷാൽ യേശുക്രിസ്തു തന്നെ അതിന് നല്ല എക്സാമ്പിളായി മുമ്പിൽ വന്നു. 2, the scripture itself is giving an encouragement to tolerate. തിരുവചനം തന്നെ സഹിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളോട് സംസാരിക്കുന്നു. ടു ടോളറേറ്റ്. യേശു പലപ്പോഴും തിരുവചനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പലതിനെയും എന്ത് ചെയ്തത്? പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിശാചടുത്ത് വന്നപ്പോഴും യേശു അതിനെ സഹിച്ചത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രശ്നങ്ങൾക്കും ദാറ്റ് വൺ തിങ് ദാറ്റ് ഗീവ്സ് അസ് എൻകറേജ്മെൻറ്റ് ഇസ് ദ വേർഡ്. ദൈവവചനമാണ് എനിക്കും നിങ്ങൾക്കും ഒരു ആശ്വാസം നൽകി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കേണ്ട സമയത്ത് പോലും യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിപ്പാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ മറ്റുള്ളതിനെ സഹിക്കാനായി, ആ സഹിഷ്ണുത, ആ വ്യക്തികളോടുള്ള ബന്ധത്തിലൊക്കെ എന്നെ മറ്റുള്ളവരോട് സഹനത്തിൻ്റെ ആത്മാവിനെ എന്നിൽ സൃഷ്ടിക്കുന്നത് തിരുവചനത്തിൻ്റെ എൻകറേജ്മെൻ്റാണ്. അതിൻ്റെ അർത്ഥം വെൻ വി സ്പെൻഡ് ടൈം ഇൻ meditating the word, that will definitely create this tolerance level. If not spending in the word, ദൈവവചനത്തിന് മുമ്പാകെ നമ്മുടെ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിൽ ബി മോർ ഇൻടോളറൻറ്റ്. നമ്മൾ ഒത്തിരി ഇൻടോളറൻ്റ് ആയിട്ട് തീരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിലൂടെ യാത്ര ചെയ്ത് ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്തോറും വാട്ട് വി ക്യാൻ സീ, നമ്മുടെ ഉള്ളിലെ ടോളറൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനത്തിന് നമ്മൾ യാതൊരു ക്രിയയ്ക്കും സ്ഥാനം കൊടുക്കാതെ, ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു ഗീവ് ദ സ്പേസ് ഫോർ വേർഡ് ഇൻ അവർ ലൈഫ്, ഇഫ് വി ആർ നോട്ട് ഏബിൾ ടു ഗീവ് ദി വെരി 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 എസെൻസ് of the word in our life, what happens? Automatically intolerance ഉണ്ടാകും. പലപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവവചനത്തിലുള്ള ആശ്രയം കുറയുമ്പോൾ നമുക്ക് അസഹിഷ്ണുതയുണ്ടാകുന്നു, നമ്മൾ ക്രിട്ടിക്കലാകുന്നു, ഒത്തിരി ക്രിട്ടിക്കലായിട്ട് നമ്മൾ നീങ്ങുന്നു. അങ്ങനെ പല വിഷയങ്ങൾ നമുക്ക് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രൈസ് ദി ലോർഡ് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എല്ലാറ്റെയും സഹിക്കാനും എല്ലാത്തിനോടും ക്ഷമിക്കാനും എല്ലാറ്റിനോടും ചേർന്ന് നിൽക്കാനായിട്ടും അവർക്ക് കഴിയും. എന്നാൽ ദൈവവചനത്തിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്നവർ ഈ ലോകത്തിൻ്റെതായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച കോർപ്പറേറ്റ് വേൾഡിൻ്റെയും സെക്യുലർ വേൾഡിൻ്റെയും എല്ലാ തരത്തിലുമുള്ള ഈഗോ, എല്ലാ തരത്തിലുമുള്ള പ്രൈസ് ദി ലോർഡ്, എല്ലാ തരത്തിലുമുള്ള കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ തോട്ട്സ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും? വികലമാക്കി കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ ആ ദൈവികമായ അനുഭവത്തിലൂടെ നമ്മെ ഓരോ ദിവസവും മുന്നോട്ട് വഴി നടത്തുവാനായി ദൈവം ഗ്രഹിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്തോറും വി വിൽ ബി ഏബിൾ മോർ ടോളറൻറ്റ് ടു ദി പീപ്പിൾ. സോ ഈ 2 കാര്യമാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ. 1, യേശുക്രിസ്തു തന്നെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. 2, തിരുവചനം തന്നെ നമ്മളോടത് ഉറപ്പിക്കുന്നു. 3-ാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. വാട്ട് ഈസ് ദ ഡിലൈറ്റ് ഓഫ് ദിസ് ടോളറൻസ്? ഇങ്ങനെയൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും അല്ലെങ്കിൽ സഹിഷ്ണുത കാണിക്കുകയും ചെയ്താലുണ്ടാകുന്നതിൻ്റെ ഒരു സന്തോഷം എന്താണ്? അതിൻ്റെ അകത്തെ ഒരു റിസൾട്ട് എന്താണ്? അതിനകത്തെ ഒരു ഡിലൈറ്റ് എന്താണ്?
അത് ഈ വാക്യത്തിൻ്റെ 5 മുതൽ 5, 6, 7 വാക്യങ്ങൾ നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. സോ ദ ഫസ്റ്റ് തിങ് ഈസ് Paul, from the words of the scriptures, we say it is ought to be, it is a duty. Second, the Bible and our Savior Jesus Christ itself demonstrated it. And what is really the good thing, the delightful thing in this tolerance? പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. 5-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ എന്ത് ചെയ്യണം? മഹത്വീകരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞോട്ടെ, അവിടേക്ക് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ ടോളറൻസിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ എല്ലാം പറഞ്ഞ ഒരു പദമുണ്ട്, വൺ എന്നുള്ളത്, അല്ലേ? ഏക മനസ്സോട്, ഐക്യമത്യപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. നൗ മേ ദ ഗോഡ് ഹു ഗീവ്സ് perseverance and encouragement grant you to be in the same mind with one another according to the Christ Jesus, so that with one accord. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഡിലൈറ്റ് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സഭകളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് നല്ല സിസ്റ്റം ഉണ്ടാകുന്നതല്ല നമ്മുടെ സഭയുടെ മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് നല്ല അടിപൊളി ബിൽഡിംഗ് ഉണ്ടാകുന്നതല്ല നമ്മുടെ സഭയുടെ മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ആൾക്കൂട്ടമുള്ള മെഗാ ചർച്ചായിട്ട് ഒത്തിരി ആളുകളൊക്കെ ഉള്ള ധാരാളം ആളുകൾ കടന്നു വരുന്ന ഒരു വലിയ ചർച്ച ആകുന്നതല്ല സഭയുടെ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിയുന്ന, നല്ല പാട്ടുകാരുള്ള, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന, സംഗീതജ്ഞരുള്ള, നല്ല നല്ല പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ചെയ്യുന്ന പല സംവിധാനങ്ങളുള്ളതല്ല നമ്മുടെ സഭയുടെ മനോഹാരിത എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ നല്ല വചന ശുശ്രൂഷ കേൾക്കാൻ കഴിയുന്നു, നല്ല വചനത്തിൻ്റെ അനുഭവം കേൾക്കാൻ കഴിയുന്നു, നല്ല നല്ല ദൈവിക വചനങ്ങൾ കേൾക്കാനുള്ള അവസരം ലഭിക്കുന്നു, നല്ല നല്ല ദൈവദാസന്മാരിലൂടെ ശുശ്രൂഷകൾ അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെ എന്ന് വേണ്ട, നമ്മുടെ സകല സിസ്റ്റംസ്, സകല സംഗതികളുമല്ല നമ്മുടെ സഭയെ മനോഹരമാക്കുന്നത്. നമുക്ക് നല്ല കമ്മിറ്റിയോ, നമുക്ക് നല്ല വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോ, അതിൻ്റെ പ്രവർത്തനങ്ങളോ, നല്ല ചാരിറ്റിയോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും, മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും, സാമ്പത്തികമായി നല്ല ഭദ്രതയിലിരിക്കുന്നതും, ഇതൊന്നുമല്ല ദൈവസഭയുടെ മനോഹാരിത എന്ന് പറയുന്നത്. ദ വെരി ഗുഡ് തിങ് ഓഫ് ദ ചർച്ച് is when we all are one. നാം എല്ലാവരും ഒന്നാകുന്നതാണ് സഭയുടെ വെരി ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് വേണം. നമുക്ക് നല്ല പാട്ട് വേണം, നമുക്ക് നല്ല കൊയർ വേണം, നമുക്ക് നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വേണം, നമുക്ക് നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേയേഴ്സ് വേണം, സിംഗേഴ്സ് വേണം, പ്രീച്ചേഴ്സ് വേണം, നമുക്ക് നല്ല സിസ്റ്റം വേണം, നല്ല കമ്മിറ്റി, മിഷൻ ബോർഡ്, എല്ലാം എന്ത് വേണ്ട, എല്ലാ സംവിധാനവും നമുക്ക് വേണം. ദാറ്റ് ഈസ് ഓൾ നീഡഡ്. ബട്ട് ദ വൺ തിങ് ദാറ്റ് makes our church very beautiful is when we are one. നാം എല്ലാവരും ഒന്നാകുമ്പോഴാണ് ആ സഭ ബ്യൂട്ടി, ഡിലൈറ്റഡ് ആയിട്ട് കാണുന്നത്, അത് ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഐക്യമത്യപ്പെട്ടിട്ട് ഒരേ അനുഭവത്തിലേക്ക്. The one is very important. The oneness is very important. When we can come together despite of our differences. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ ഞാൻ അതാ പറഞ്ഞു തുടങ്ങിയത്. We are coming from different backgrounds. നമുക്ക് പല ബ്രിങ്ങിങ് അപ്സ് ഉണ്ട്, പല ആത്മീയ കാഴ്ചപ്പാടുകളുണ്ട്, പല നിലവാരങ്ങളുണ്ട്. ഡെസ്പൈറ്റ് ഓഫ് അവർ ഡിഫറൻസസ്, പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയുമ്പോഴാണ്, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയുടെ മനോഹാരിത വെളിപ്പെടുന്നത്. ഇതെങ്ങനെ ഒരുമിക്കാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദിസ് ടോളറൻസ്.
ഈ ടോളറൻസ് ഉണ്ടെങ്കിലേ, ഈ സഹിഷ്ണുത ഉണ്ടെങ്കിലേ നമുക്ക് ഒന്നിക്കാൻ കഴിയത്തുള്ളൂ. ഒരു വ്യക്തിയുമായിട്ട് സഹനത്തിൻ്റെ ആത്മാവ് വെളിപ്പെട്ട് വന്നില്ലെങ്കിൽ there is no oneness. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് വൺനെസ് വരുന്നത്? പിന്നെ എവിടെയാണ് ദാറ്റ് ടോളറൻസ് നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. If I am not able to tolerate with my brother, then there is no point of that oneness. ഐക്യമത്യപ്പെടുക എന്നുള്ളതിൻ്റെ യാതൊരു ആവശ്യവും യാതൊരു സംഗതിയും അവിടെ ഉടലെടുക്കുന്നില്ല. സോ ദ വെരി ഡിലൈറ്റ് ഈസ് ദറ്റ് വൺനെസ്. വെൻ ആ വൺനെസ് ഉണ്ടാകുമ്പോഴാണ്, ഈ വൺനെസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഈ രാത്രിയിൽ ഓർപ്പിച്ച് വാക്കുകളെ നിർത്താൻ പോവുകയാണ്. ഇറ്റ് പ്രൊഡ്യൂസ് എ യൂണിറ്റി ഓഫ് പർപ്പസ്. അവിടെ വായിക്കുമ്പോൾ, മലയാളത്തിൽ വായിക്കുമ്പോൾ ഏക മനസ്സോടെ, സെയിം മൈൻഡ് എന്ന് ഇംഗ്ലീഷ് വായിക്കണം, ഏക മനസ്സോടെ. So we are all coming, uniting together with a purpose. ഏക മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യക്കാരായിട്ട് നമ്മളെല്ലാവരുടെയും മനസ്സെന്താണ്? നമ്മുടെ എല്ലാവരുടെയും മനസ്സ്, വി യുണൈറ്റ് ടുഗെദർ വിത്ത് വൺ പർപ്പസ്, ദാറ്റ് ഇന്ത്യ ഷുഡ് വിൻ. ഇന്ത്യ എന്ത് ചെയ്യണം? ജയിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളിന്ന് 200 പേര് ഇരുന്നുകൊണ്ട് മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ 200 പേരുടെയും മനസ്സെന്താണ്? വിത്ത് വൺ പർപ്പസ് വി ആർ സിറ്റിംഗ് ദാറ്റ് ഇന്ത്യ ഷുഡ് വിൻ എന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഇതുപോലെ. സോ വെൻ അവർ ടോളറൻസ് ഈസ് എക്സിബിറ്റഡ്, നമ്മുടെ സഹനത്തിൻ്റെ അവസ്ഥ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എന്താ അതിൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്നറിയാമോ? വി ആർ കമ്മിങ് ഇൻ വിത്ത് ഫോർ വൺ പർപ്പസ്. ഏക മനസ്സോടെ നാം ഒരുക്കപ്പെട്ട് നാം ആയിരിക്കുന്നു. ലൈക്ക് മൈൻഡഡ്, അല്ലെങ്കിൽ ഏക മനസ്സോടെ നാം ഒരുമിക്കുന്ന ഒരു എല്ലാവർക്കും ഒരേ മനസ്സ്, ഒരേ ഉദ്ദേശം, ഒരേ പർപ്പസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും യൂണിഫൈ ചെയ്യുന്ന ഏക പർപ്പസ് എന്തായിരിക്കും? ദൈവസഭയോടുള്ള ബന്ധത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവർ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ബീയിങ് ഇൻ എ ചർച്ച് is to bring a man to faith in Christ. ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നതിനപ്പുറത്ത് വി ആർ നോട്ട് ഹാവിങ് എനി അതർ പർപ്പസ്. ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പർപ്പസ് ഒരാളെ ക്രിസ്തുവിന് വേണ്ടി നേടുക, ക്രിസ്തുവിൽ ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ഉറപ്പുള്ളവനാക്കി മാറ്റുക. പറഞ്ഞോട്ടെ, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ്? ഇവിടെ കുറച്ച് നാൾ ഒരു വെക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇവിടെയൊക്കെ നിന്ന് എല്ലാവരും കണ്ടിട്ട് ആണോ? ദ വെരി പർപ്പസ് ദാറ്റ് ജീസസ് കെയിം ഇൻ ടു ദിസ് വേൾഡ് ഈസ് ടു റിഡീം, റെസ്റ്റോർ ദ പീപ്പിൾ. യേശുവിനാൽ വീണ്ടെടുക്കപ്പെടാൻ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ, രക്ഷയിലേക്ക്, പാപത്തിൽ നിന്നൊരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനാണ് യേശു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അങ്ങനെയെങ്കിൽ ഇത്രയും ത്യാഗം സഹിച്ച്, ഇത്രയും സാക്രിഫൈസ് ചെയ്ത് യേശു ഈ ഭൂമി വന്നതിൻ്റെ ഒറ്റ പർപ്പസ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ഈ പർപ്പസ് അല്ലാതെ മറ്റേത് പർപ്പസാണ് നമുക്ക് വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. യെസ്, നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ യോജിക്കുന്നത് ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയാണ്. ടു ബ്രിങ് മെൻ ഓർ പീപ്പിൾ ടു ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അതിന് വിവിധ വശങ്ങൾ കാണുമായിരിക്കാം. അപ്പോൾ നമ്മളെ സഭയിൽ എല്ലാവരും ഒന്നിപ്പിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, വിവിധ കാര്യങ്ങളിലേക്ക് ചിതറിക്കുന്നതല്ല. നമ്മുടെ എല്ലാ ആഗ്രഹം എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ ക്രിസ്തുവിൽ അവനെ, ഹല്ലേലൂയ, ക്രിസ്തുവിലുള്ള അവൻ്റെ വിശ്വാസത്തിൽ അവനെ വർദ്ധിപ്പിക്കാനാണ്. എൻ്റെ ഏറ്റവും നല്ല ഉദ്ദേശം എൻ്റെ ചുറ്റുപാടുമുള്ള എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാവരെയും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അവരെ ഉയർത്തി നിർത്തുക. നമ്മുടെ എല്ലാം പർപ്പസ് അത് തന്നെയാണ്. വി ആർ നോട്ട് യുണൈറ്റഡ് ടു എനി അതർ പർപ്പസ്. നമ്മുടെ സഭയിൽ വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ പർപ്പസുകൾ നിവർത്തിക്കാനല്ല നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ദൈവസഭയോടെ ബന്ധത്തിൽ, ദൈവരാജ്യത്തിൽ നമ്മൾ ഭാഗമാകുമ്പോൾ നമ്മുടെ പർപ്പസ് ഇവിടെ നമ്മുടെ എന്തെങ്കിലും ഒരു അജണ്ട സ്ഥാപിക്കാനായിട്ടല്ല ദൈവം നമ്മെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മേ ബി അതിനകത്തൊക്കെ പല പ്രോഗ്രാംസുകൾ കാണും. എന്നാൽ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഈസ് ടു ബിൽഡ് എ പേഴ്സൺ ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയെ പണിതെടുക്കുക.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ അല്ലാതെ നമുക്ക് യാതൊരു ആക്ടിവിറ്റി, യാതൊരു യെസ്, ഓഫ് കോഴ്സ് നമ്മൾക്ക് ഈ സിസ്റ്റത്തിന് വേണ്ടി ഈ എല്ലാ കാര്യവും വേണം. നമുക്ക് കൊയർ വേണം, നമുക്ക് ബിഷൻ ബോർഡ് വേണം, സൺഡേ സ്കൂൾ വൈപ്പി, നമുക്ക് പിന്നെ നമുക്ക് എന്താ വേണ്ട, കമ്മിറ്റീസ്, ഇതെല്ലാം വേണം. സോ അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി അല്ല നമ്മളെ സഭയിൽ നമ്മളെ അൾട്ടിമേറ്റ്ലി ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്തെങ്കിലും ഒരു വ്യവഹാരം നടത്താൻ വേണ്ടിയല്ല. ഇവിടെ സ്വോത്രാഴ്ചയും ദശാംശം പിരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയല്ല. ദ അൾട്ടിമേറ്റ് പർപ്പസ് ഇതെല്ലാം വേണം. എന്നാൽ the ultimate purpose is to bring people in Christ or in the faith of Christ. എൻ്റെയും നിങ്ങളുടെ ആ ഒരേ മനസ്സോടെ, ആ ഒരു മനസ്സിൽ തന്നെ നമ്മൾ ആയിരിക്കുമെങ്കിൽ ദൈവം നമ്മെ അതിനായിട്ട് ഉപയോഗിക്കും. അടുത്തൊരു പർപ്പസ്, ടു പ്രൊഡ്യൂസ് യൂണിറ്റി ഓഫ് പ്രൈസസ്. അവിടെ വായിക്കുന്നത് ഏക മനസ്സോടെ ഒരേ വായിനാൽ മഹത്വീകരിക്കേണ്ടതിന്, അല്ലേ? വൺ വോയിസ് ഗ്ലോറിഫൈങ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വരത്തിൽ ദൈവത്തെ, അതായത് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത് എന്താണ്? ടു ഗ്ലോറിഫൈ ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഇപ്പോൾ 200 പേരുണ്ടെങ്കിൽ 200 പേരുടെ വായിൽ നിന്നും പുറത്തു വരേണ്ട ഒരു വായിനാൽ നമ്മളെല്ലാവരുടെയും അധരത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് ദൈവത്തിന് സ്തുതിയാണ്. ദാറ്റ് ഈസ് ദ യൂണിറ്റി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ടോളറൻസിൻ്റെ ഡിലൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഡിസ്പ്യൂട്ടോ, എൻ്റെ ഒപ്പീനിയൻസോ, എൻ്റെ വിയോജിപ്പുകളൊക്കെ പറയുന്നതിനെക്കാട്ടുപരി ഞാൻ എവിടെയാണ് മറ്റുള്ളവരുമായിട്ട് യൂണിറ്റിയിലാകുന്നത്, ടോളറൻസിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അധരത്തിലും മറ്റൊരാളുടെ അധരത്തിലും എല്ലാവരുടെയും അധരത്തിൽ ഒരേ കാര്യം ഉയരുന്നു: ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അധരത്തിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാനായിട്ടിടയായിത്തീരണം. ദൈവത്തിന് മഹത്വം പോകുന്നതിന് പകരമായി എന്താണ് എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത്? ഒരേ വായിനാൽ ദൈവത്തിന് മഹത്വമാണോ വരുന്നത്, അതോ വി ആർ ക്രിയേറ്റിംഗ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഡിസ്യൂണിറ്റി ആണോ ഉണ്ടാക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ നാവെന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. നമ്മുടെ അധരം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു കാര്യത്തിലൊരു വ്യക്തത ഇല്ലാത്തതായ ഒരു കാര്യം പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞത് പറഞ്ഞു പോവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരം ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ പലപ്പോഴും പലതിനു വേണ്ടി നമ്മൾ അധരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ the unity of that delightness of that tolerance is when I and you, everyone use their mouth to glorify God. ഞാനും നിങ്ങളും വാ തുറക്കുന്നത് ദൈവത്തെ മഹത്വീകരിക്കാനാണെങ്കിൽ അവിടെയാണ് പ്രൈസ് ദി യൂണിറ്റി, ഐക്യത വരുന്നതും. ആ ഐക്യതയാണ് ഈ ടോളറൻസിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഡിസപ്പോയിനിയൻ കാണും, എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണും, എനിക്ക് എൻ്റെ അഭിപ്രായം കാണും, എൻ്റെ ചിന്തയിൽ ഇതല്ലായിരിക്കാം എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാട്. പക്ഷെ ഞാൻ ഐക്യമത്യപ്പെട്ട് ഞാൻ മനസ്സ് തുറന്ന് എൻ്റെ അധരങ്ങൾ കൊണ്ട് തുറക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്, ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സഹനത്തിൻ്റെ ആ മനോഹാരിത നമ്മൾ കാണുന്നത്. അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയാം. അതിൻ്റെ 7ാമത്തെ വാക്യം കൂടെ വായിച്ച് നിർത്താനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ദി യൂണിറ്റി പ്രൊഡ്യൂസസ് എ യൂണിറ്റി ഓഫ് പ്രാക്ടീസ്. അന്യോന്യം അതിന് പൗലോസ് പറഞ്ഞൊരു വലിയൊരു ഒരു ക്ലോസ്, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ. നമുക്ക് എന്ത് യോഗ്യതയുണ്ട് കൈക്കൊള്ളാനായിട്ട്? നമ്മൾ വളരെ കൺട്രി ഫെലോസായിട്ട് നടന്ന എന്നെ ദൈവം കൈക്കൊണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ കൈക്കൊണ്ടവനായി നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ ഐ ആം ഏബിൾ ഓൾസോ ടു മറ്റൊരാളെ കൂടെ കൈക്കൊള്ളാൻ ഞാൻ റെഡിയാകണം. കാരണം എന്നെ ദൈവം കൈക്കൊണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ കൂടെ. സോ ദാറ്റ് യൂണിറ്റി പ്രൊഡ്യൂസസ് എ പ്രാക്ടീസ്. അന്യോന്യം കൈക്കൊള്ളാനുള്ളത്. അതാണ് ഇട്ടോ എൻ്റെ കൂട്ടു സഹോദരൻ ചിലപ്പം ഞാൻ ചിന്തിക്കുന്ന അതേപോലെ ചിന്തിക്കുന്ന വ്യക്തിയേ അല്ല, ഞാൻ പറയുന്നത് പോലെയും പറയുന്ന വ്യക്തിയല്ല. ബട്ട് അന്യോന്യം വഹിക്കാൻ, പ്രൈസ് ദി ലോർഡ്, അന്യോന്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൈക്കൊള്ളാനായിട്ട് ഞാൻ തയ്യാറായി വരികയാണ്.
That is the unity of our practical practice or our practical life. ഇതാണ് സഹനത്തിൻ്റെ ഒരു ഡിലൈറ്റ്നെസ് എന്ന് പറയുന്നത്. വി പ്രൊഡ്യൂസ് എ യൂണിറ്റി ഓഫ് പർപ്പസ്, വി പ്രൊഡ്യൂസ് എ യൂണിറ്റി ഓഫ് പ്രൈസസ്, വി പ്രൊഡ്യൂസ് എ യൂണിറ്റി ഓഫ് പ്രാക്ടീസ്. ഇത് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ പറയുന്ന സഹനം, അന്യോന്യമുള്ള സഹനത്തിൻ്റെ മനോഹാരിത നമുക്ക് വെളിപ്പെടാനായിട്ട് കഴിയുന്നത്. എത്ര പേർക്ക് ഈ രാത്രികാലം ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോടൊക്കെ ഹൃദയമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ സഹനത്തിൻ്റെ തലങ്ങൾ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഒരുക്കി തരണമേ. ഈ സഹനത്തിൻ്റെ അനുഭവം എൻ്റെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ യേശു ക്രിസ്തു എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ വചനം അത് എന്നെ ധൈര്യപ്പെടുത്തുന്നത് കൊണ്ടും പ്രൈസ് ദി ലോർഡ് അതിൻ്റെ മനോഹാരിത എപ്പോഴും പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ ഏക മനസ്സോട് ഐക്യമത്യപ്പെട്ട് ഒരേ വായിൽ ദൈവത്തിന് മഹത്വകരിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അന്യോന്യം കൈക്കൊള്ളുവാനായി കർത്താവെ ആ ഒരു ദൈവിക സഹനത്തിൻ്റെ അശക്തരെ കൈക്കൊള്ളുന്ന ആ തലത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ